സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ടാണ്. സർക്കാർ ആശുപത്രികളിൽ ബ്രാൻഡഡ് മരുന്നുകൾ വാങ്ങി സൂക്ഷിക്കേണ്ടെന്ന സർക്കാർ ഉത്തരവ് വൃക്ക രോഗികൾക്ക് ഇപ്പോൾ തിരിച്ചടിയാവുകയാണ്. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് വൃക്ക രോഗികളെ സർക്കാർ തീരുമാനം ബാധിക്കും. ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് രോഗികൾ. വൃക്ക മാറ്റിവെച്ച രോഗികൾക്ക് മാസം 10,000 രൂപയിലധികം ചിലവ് വരുന്ന മരുന്നുകളാണ് കഴിക്കേണ്ടി വരുന്നത്. പാവപ്പെട്ട രോഗികളുടെ ഏക ആശ്രയം കാരുണ്യ ഫാർമസികളായിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് കാരുണ്യ ഫാർമസികൾ വഴി സൗജന്യമായിരുന്നു ഇവർക്ക് മരുന്ന് നൽകി വന്നിരുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവ് പ്രകാരം സ്വകാര്യ ആശുപത്രികളിൽ നിന്നും വൃക്ക കരൾ മാറ്റിവെച്ചവർക്ക് ഇനി മുതൽ ബ്രാൻഡ് മരുന്നുകൾ വിതരണം ചെയ്യേണ്ടതില്ല. ഇത് നൂറുകണക്കിന് രോഗികളെ ബാധിക്കും. മാസം 30,000 രൂപയുടെ മരുന്ന് കഴിക്കുന്ന സാധാരണക്കാരായ രോഗികൾ വരെ ഇവർക്കിടയിലുണ്ട്. ഈ സർക്കുലറിലുള്ളത് എല്ലാ താലൂക്ക് ഹോസ്പിറ്റലുകളിൽ, ജില്ലാ ഹോസ്പിറ്റലുകളിൽ, PH സെൻ്ററുകളിൽ മരുന്ന് വാങ്ങി നൽകേണ്ടതില്ല. ഇത്രയും ക്രൂരമായ നിലപാടാണ് ഇപ്പോൾ സർക്കാർ രോഗിയോട് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വളരെയധികം പ്രതീക്ഷയിലായിരുന്നു. ഇടതുപക്ഷ സർക്കാർ വന്നാൽ ഞങ്ങൾക്ക് രോഗികൾക്ക് ഒരു പരിഗണന കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കി പോകുന്നൊരു സമീപനമായിട്ട് സർക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. സർക്കുലർ വന്നതോടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാ ആശുപത്രി വരെയുള്ളവയിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ മരുന്ന് വിതരണം നിർത്തി. രോഗികൾക്ക് ബ്രാൻഡഡ് മരുന്നുകൾക്ക് പകരം ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുമെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ വൃക്ക, കരൾ എന്നിവ മാറ്റിവെച്ചവർക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ച മരുന്ന് മാത്രമേ കഴിക്കാൻ പറ്റൂ. ജനറിക് മരുന്നുകൾ ലഭിച്ചാലും എല്ലാ രോഗികൾക്കും ഇത് കഴിക്കാൻ പറ്റില്ല. കാരുണ്യം നിലച്ചതോടെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് രോഗികൾ. ഭക്ഷണം കഴിക്കുന്ന പോലെ മരുന്ന് കഴിക്കുന്ന ഇവർക്ക് സർക്കാരിനെതിരെ പ്രതിഷേധ സമരം നടത്താനുള്ള ആരോഗ്യം ഒന്നും തന്നെയില്ല. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ഈ മരുന്നൊന്നും അങ്ങനെ മുടക്കാൻ കഴിയുന്ന മരുന്നുകളല്ല. മരുന്ന് മുടങ്ങിയാൽ ജീവൻ തന്നെ അപകടത്തിലാകും. അതുകൊണ്ട് സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വൻ തുകയ്ക്കാണ് സാധാരണക്കാരായ രോഗികൾ മരുന്ന് വാങ്ങുന്നത്. പലരും ലോൺ എടുത്തും കടം വാങ്ങിയുമാണ് വൻ വിലയ്ക്ക് മരുന്നുകൾ വാങ്ങുന്നത്. സർക്കാർ സഹായിച്ചില്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലാകും. പ്രതികരണങ്ങളിലേക്ക്. പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതുകൊണ്ട് ജീവൻ്റെ ഒരു ഭാഗമായി മരുന്ന് കഴിക്കരുത്. അത് ഒരു പരിഹാരമില്ലാതെ വന്നാൽ ഞങ്ങൾ രോഗികൾ വളരെ പ്രയാസത്തിലേക്ക് നീങ്ങുമെന്ന് പ്രത്യേക ഒരു താക്കീത് നൽകുക. എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാമെന്ന് വെച്ചാൽ അതിനുള്ളൊരു ആരോഗ്യമൊന്നും ഇപ്പോൾ ആയിട്ടില്ല. മരുന്ന് കിട്ടാതെ ഇപ്പോൾ വേറെ വഴിയില്ല. മരുന്ന് നിർത്തിക്കാൻ പറ്റില്ല. ഇത് ആജീവനാന്തം കഴിക്കാനുള്ള മരുന്നാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു മരുന്ന് കിട്ടുകയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതുവരെ മരുന്ന് കിട്ടിയെന്ന് 6 മാസമായപ്പോൾ മരുന്ന് കിട്ടിയിട്ട് അപ്പം ഒരു നേരം ഭക്ഷണം ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു നേരം മരുന്നാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മരുന്ന് അങ്ങനെ കിട്ടിയാൽ അതാണ് ഞങ്ങൾക്ക് വലിയ ഉപകാരം. അവർക്ക് സ്വന്തമായിട്ട് മരുന്ന് വാങ്ങാനുള്ള ഒരു ഇതില്ല. കാരണം എന്താ വെച്ചാൽ മാസം തന്നെ 20,000, 18 അങ്ങനത്തെ റേഞ്ചിലുള്ള മരുന്നാണ് അവർ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി തന്നെ 22 പേരുണ്ട് നമ്മളെ കിഡ്നി മാറ്റി വെച്ച അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കണം സർക്കാരിൻ്റെ സർക്കുലർ ഇനി വരേണ്ടത്. ഇവരുടെയൊക്കെ ഈ വിഷമം സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ആരോഗ്യവകുപ്പ് ഇടപെട്ട്. ആരോഗ്യമന്ത്രി ഇടപെട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. നേരത്തെ നൽകിയ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വാർത്തയിൽ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, ഇത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഡൽഹിയിൽ ആ നിയമനം നടന്നതെന്ന്. അദ്ദേഹം ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയെ സർക്കാർ നിയമിച്ചുവല്ലോ, ആ നിയമനത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ എന്തുകൊണ്ട് അത്തരമൊരു നിയമനം ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അത് തങ്ങളുടെ നയസമീപനമല്ലേ എന്നാണ് അത്തരം ചോദ്യങ്ങൾക്കുള്ള സർക്കാരിന്റെ മറുപടി എന്നുകൂടി ഓർക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.